ടി ജി ഞാൻ കുറച്ച് വർഷം ഗൾഫിലുണ്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു തമിഴ്നാട്ടുകാരനായൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആയിരുന്നു എന്നെ അന്ന് ഈ സോഫ്റ്റ്വെയറിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ സൗദിയിലായിരുന്നു. അപ്പോൾ അന്ന് ഈ പലപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സൗദികളുടെ കാറിൽ കയറരുത്. അപ്പോൾ കൂടുതലും പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും കാറിലാണ് കയറുന്നത്. അപ്പോൾ ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. ഹിന്ദി അറിയാമെങ്കിൽ അത്യാവശ്യം അറബിക്ക് പോലും ഹിന്ദി മനസ്സിലാവും. അപ്പോൾ ഈ തമിഴ്നാട്ടുകാരൻ അദ്ദേഹത്തിന് ഇത് അറിയില്ല. ഹിന്ദി വളരെ വളരെ പ്രശ്നമാണ്. ഈ നമ്പേഴ്സൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഈ പെരിയോറിൻ്റെ തന്തൈ പെരിയോറിൻ്റെ നേരെ അച്ഛൻ വിളിക്കുന്ന പരിപാടി എപ്പോഴും ഞാൻ കേൾക്കും. എന്നെ ദിവസം നീ ഇയാൾ കാരണം ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റില്ല, അത് ഞാനിപ്പോൾ കിടന്ന് ബുദ്ധിമുട്ട്, ഇങ്ങനെ അത് ഞാൻ നേരിട്ട് കേട്ടതാണ്. പക്ഷേ ഇന്നും ഇതിപ്പോൾ ഒരു 10-15 വർഷം മുന്നത്തെ കാര്യമാണ്. ഇപ്പോഴും ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് തമിഴ്നാട്ടുകാരെ തടയുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ഒരു ഒരു എന്താ അതിന് പറയുന്നത് അറിയില്ല. അത് ഒരു വിഷയം കൂടുതൽ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കൂടുതൽ പഠിച്ചാൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് ഈ DMK ഉൾപ്പെടെ ഈ തമിഴ്നാട്ടിൽ ഈ ഹിന്ദി വിരുദ്ധ വികാരം ഇത്ര ഉപയോഗിക്കുന്നത്? തമിഴ്നാട്ടിലുള്ളവർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. ഹിന്ദി ഒരു മനുഷ്യൻ പഠിക്കുന്നത് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഹിന്ദി സിനിമ കാണുന്നതിലൂടെയാണ്. ഞാൻ സ്കൂളിൽ ഹിന്ദി പഠിച്ചു. പ്രീ ഡിഗ്രിക്ക് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചു. ബട്ട് ഹിന്ദി കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം എനിക്കന്നും ഉണ്ടായിരുന്നില്ല. ഈ ആത്മവിശ്വാസം ഉണ്ടായത് ഹിന്ദി സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ്. അന്ന് രാജേഷ് ഖന്നയാണ് നമ്പർ 1. രാജേഷ് ഖന്നയെ പോലെ സൂപ്പർ സ്റ്റാറായ വേറെ ഒരു താരവും ഇന്ന് വരെ ഹിന്ദിയിലുണ്ടായിട്ടില്ല. അമിതാഭ് ബച്ചൻ ഗ്രേറ്റാണ്, ബട്ട് സൂപ്പർ സ്റ്റാർ അല്ല. അതായിരുന്നു രാജേഷ് ഖന്നയുടെ അന്നത്തെ ഗ്രിപ്പ് ഫിലിമുകളിൽ. ഇപ്പോൾ രാജേഷ് ഖന്നയുടെ സിനിമ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് അമിതാഭ് ബച്ചൻ്റെ സഞ്ജീർ എന്ന് പറഞ്ഞിട്ട് സിനിമ വരുന്നത്. ഞാൻ എറണാകുളത്ത് ഷെണൈസ് തിയേറ്ററിൽ വെച്ചാണത് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് മെല്ലെ എനിക്ക് ഈ അമിതാഭ് ബച്ചൻ്റെ ഹിന്ദി മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. രാജേഷ് ഖന്നയെ പോലെയല്ല. പ്രൊനൗൺസിയേഷൻ പ്ലസ് ഈ ഒരു ടോണൽ ക്വാളിറ്റി ഉണ്ടല്ല, അത് അമിതാഭ് ബച്ചനുണ്ട്, രാജേഷ് ഖന്നയ്ക്കില്ല. വെറുതെ ഇല്ല അമിതാഭ് ബച്ചൻ ഇത്ര റീച്ചിലെത്തിയ ആ ശബ്ദം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടോൺ. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ഹിന്ദി എനിക്ക് ക്ലിക്ക് ചെയ്തു. രാജേഷ് ഖന്നയുടെയോ ദേവാനന്ദിൻ്റെയോ അത്രയും ക്ലിക്ക് ചെയ്തിരുന്നില്ല. ബട്ട് അവർക്കൊപ്പം അവരുടെ തൊട്ട് താഴെയായിരുന്നു അമിതാഭ് ബച്ചൻ. അന്ന് വളരെ യങ്ങാണ്. ആദ്യം കണ്ടപ്പോൾ അതിശയം തോന്നി. അസാമാന്യ പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് പ്രാണിൻ്റെ കൂടെ അഭിനയിക്കുന്നു. പ്രാണെന്ന് അറിയപ്പെടുന്ന വലിയ വില്ലനാണ്. വാസ്തവത്തിൽ അമിതാഭ് ബച്ചനേക്കാൾ വലിയ നടൻ പ്രാണാണ് സഞ്ജീർ സിനിമ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അസാമാന്യമായ ഒരു സിനിമ. അങ്ങനെ സിനിമ കണ്ടാണ് എനിക്ക് ഹിന്ദി മനസ്സിലാകാനും കുറച്ചൊക്കെ സംസാരിക്കാനും ധൈര്യം വന്നത്. അതിനുശേഷം പിന്നെ ഞാൻ വടക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ താറാവ് വെള്ളത്തിലിറങ്ങുന്ന പോലെ എനിക്ക് ഹിന്ദി പറയാൻ പറ്റി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തമിഴന്മാർക്ക് ആർക്കും തന്നെ ഹിന്ദി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ പറയുന്നത് 70s അവസാനം 80s കഥയാണ്. അന്ന് തമിഴന്മാർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. ആ സ്ലാങ് ശരിയാവില്ലെന്നേ ഉള്ളൂ. സ്ലാങ് ഒരിക്കലും ശരിയാവില്ല. വളരെ ബുദ്ധിമുട്ടാണ് സ്ലാങ് ശരിയാവാൻ. അപ്പോൾ നമ്മൾ ഹിന്ദി പറയുമ്പോൾ ഹിന്ദിക്കാർക്ക് മനസ്സിലാവും ഇയാളുടെ മാതൃഭാഷ ഹിന്ദി അല്ല, ബട്ട് ഇയാൾക്ക് ഹിന്ദി അറിയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഉള്ള ഹിന്ദി എല്ലാവർക്കും അറിയാം. അപ്വേർഡ് മൊബിലിറ്റിക്കും ഹിന്ദി ആവശ്യമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോകത്തിലെ 4ാമത്തെ ഭാഷ ഹിന്ദിയാണ്. അത്രയധികം ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ ഹിന്ദി സംസാരിച്ചിട്ടുണ്ട്. എന്നോടാരും മെക്കിട്ട് കയറിയിട്ടില്ല, ഒന്നുമില്ല. ഓട്ടോക്കാരോട്, ലോറിക്കാരോട്, ബസ്സിൽ ഒക്കെ ഞാൻ ഹിന്ദി സംസാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എന്നെ ആരും തുറിച്ച് നോക്കുകയോ ഹിന്ദിയിൽ മറുപടി പറയില്ല എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരവരുടെ പൊട്ട ഹിന്ദിയിൽ അവരിങ്ങോട്ട് പറയും, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ അങ്ങോട്ട് പറയും. എനിക്ക് തമിഴിനേക്കാൾ എനിക്ക് കംഫർട്ടബിൾ ഹിന്ദിയാണ്.
തമിഴ് എനിക്കറിയാം, അറിഞ്ഞുകൂടായിട്ടല്ല, ബട്ട് കംഫർട്ടബിൾ ഹിന്ദിയാണ്. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കും. ഒരു പ്രശ്നം എനിക്ക് തമിഴായിട്ടുണ്ടായിട്ടില്ല.